പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ ആ ദിവസം വന്നെത്തി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കാർത്തിക. ഇനിയും സത്യങ്ങൾ വെളിപ്പെടുത്തിയില്ല എങ്കിൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന കാർത്തിക പ്രകാശനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. പ്രകാശനും വിക്രമും ഇതേ തുടർന്ന് മുന്നിലേക്ക് വരികയും എന്താണ് കാർത്തിക മോൾ അവിടെ തന്നെ നിൽക്കുന്നത് എന്നും വീട്ടിലേക്ക് കയറിയിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനൊന്നുമല്ല ഞാൻ ഇവിടേക്ക് വന്നത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നമുണ്ട് എങ്കിലും നമുക്ക് പറഞ്ഞ് പരിഹരിക്കാവുന്നതാണ്. യാതൊരു വിധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇവിടെ സാധ്യതയില്ലല്ലോ. എൻ്റെ ഡൈവോഴ്സിൻ്റെ കാര്യം വരെ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പേടിയും ഇല്ല എന്ന് പ്രകാശൻ പറഞ്ഞതിനെ തുടർന്ന് ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് കാർത്തിക. നിങ്ങൾക്ക് ഞാൻ ആരാണ് എന്ന് മനസ്സിലായോ എന്ന് കാർത്തിക ചോദിച്ചതിനെ തുടർന്ന് എന്താ കാർത്തിക മോളെ അങ്ങനെയൊരു ചോദ്യം എന്ന് പ്രകാശൻ ചോദിക്കുന്നു. ഇതേ തുടർന്നാണ് അവിടേക്ക് ലക്ഷ്മിയമ്മ ഇറങ്ങി വീഴുന്നത്. ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് പ്രകാശനും വിക്രമവും. അതോടെ വിക്രം ഇത് ആ ലക്ഷ്മിയല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതേടാ, ഞാൻ മരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ലക്ഷ്മിയമ്മ മുന്നിലേക്ക് കയറി വരികയാണ്. ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് പ്രകാശൻ. മാത്രവുമല്ല, എന്താണ് കാർത്തികേ, ഈ സ്ത്രീ നിന്റെ കൂടെ എന്ന് പ്രകാശൻ ചോദിച്ചതിനെ തുടർന്ന് എൻ്റെ അമ്മ എൻ്റെ കൂടെയല്ലാതെ ആരുടെ കൂടെയാണ് ഉണ്ടാവുക എന്ന് പ്രകാശനോട് കാർത്തിക പറയുന്നു. ഇത് എൻ്റെ അമ്മയാണ്, ലക്ഷ്മി അമ്മ. നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ലക്ഷ്മി. ഫോണിലൂടെ നിങ്ങൾ സംസാരിക്കുന്നത് മറ്റാരോടുമല്ല, ഈ ലക്ഷ്മിയോട് തന്നെയാണ് എന്ന് കാർത്തിക അറിയിച്ചതിനെ തുടർന്ന് ആകെ പതറിപ്പോയിരിക്കുകയാണ് പ്രകാശൻ. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കി ആവുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ അറിയാതെ ആകെ ആലോചിച്ചു പോകുന്ന പ്രകാശന് തല ചുറ്റുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്നാണ് ലക്ഷ്മി വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നത്. നീ അയച്ച ഗുണ്ട എന്നെ കൊന്നുകളയുമെന്ന് കരുതിയോ എന്ന് ചോദിക്കുകയും അതിനുള്ളതൊന്നും നിനക്ക് ആയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ലക്ഷ്മി എങ്ങനെ കാർത്തികയുടെ അമ്മയാകുമെന്ന് ചോദിക്കുന്ന വിക്രം എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നിനക്കൊന്നും മനസ്സിലാകില്ലടാ എന്ന് വ്യക്തമാക്കുന്ന ലക്ഷ്മി ഇതെല്ലാം പ്രകാശന് കറക്റ്റായി മനസ്സിലാകുമെന്ന് പറയുകയും ചെയ്യുന്നു. നീയെന്ന് തെരുവിൽ ഉപേക്ഷിച്ചു പോയില്ലേ, ആ പെൺകുട്ടിയാണ് ഈ കാർത്തിക എന്ന് വ്യക്തമാക്കുന്ന ലക്ഷ്മി നിന്റെയും നിന്റെ അമ്മയുടെയും പ്രവർത്തികൾക്കുള്ള തിരിച്ചടി നൽകാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന പ്രകാശൻ മോളെ, പഴയ കാര്യങ്ങളെല്ലാം മറന്നുകൂടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ലക്ഷ്മി മോളെന്നോ, ഇത് നിന്റെ മോളല്ല, എൻ്റെ മാത്രം മകളാണ്. നീ അന്ന് അവളെ ഉപേക്ഷിച്ചില്ലേ, അവിടെ ആ കുഞ്ഞു മരിച്ചു. ഇനി ഞങ്ങൾ പുതിയൊരു ജീവിതമാണ് ജീവിക്കുന്നത്, അവിടെ നിനക്ക് സ്ഥാനമില്ല എന്ന് പറയുകയും ചെയ്യുന്ന ലക്ഷ്മി കാർത്തികയോട് വന്ന കാര്യം ചെയ്തു തീർക്കാൻ പറയുന്നു. ഇതോടെ പ്രകാശിന്റെ മുഖത്തടിക്കുന്ന കാർത്തിക ഇനിയൊരിക്കലും എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്ന് പറയുകയും ഇനിയും മുന്നിലേക്ക് വന്നാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.